ക്രിക്കറ്റ് ലോകത്ത് റെക്കോർഡുകൾ പഴങ്കഥയാകാൻ അധികം സമയം വേണ്ടെന്ന് ഓരോ മത്സരത്തിലൂടെയും തെളിയിക്കുകയാണ് 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗായ IPL 2026 സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി പാടണഞ്ഞ ഈ ബീഹാർ സ്വദേശി തന്റെ പ്രായത്തെ വെല്ലുന്ന പക്വതയും അസാമാന്യമായ പവർ ഹിറ്റിംഗുമാണ് മൈതാനത്ത് കാഴ്ചവെക്കുന്നത്. പ്രായം കേവലം ഒരു അക്കം മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വൈഭവിന്റെ ബാറ്റിംഗ് ശൈലി ഇതിനകം തന്നെ അന്താരാഷ്ട്ര താരങ്ങളുടെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ വൈഭവ് നടത്തിയ വെടിക്കെട്ട് ഇന്നിംഗ്സിനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ വിശ്വസ്ത താരം ചേതേശ്വർ പൂജാര വിശേഷിപ്പിച്ചത് ഒരു സിനിമ കാണുന്നത് പോലെ എന്നാണ്. ക്രിക്കറ്റിലെ ക്ലാസിക് ബാറ്റിംഗിന്റെ വ്യക്താവായ പൂജാരയെ പോലും അമ്പരപ്പിച്ച വൈഭവിന്റെ ബാറ്റിംഗ് ശൈലി IPL ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഭയമില്ലാതെ ബൗളർമാരെ നേരിടാനുള്ള കൗമാര താരത്തിന്റെ കഴിവും പന്തിന്റെ ഗതി അനുസരിച്ച് അത് അതിർത്തി കടത്താനുള്ള വേഗതയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണെന്ന സൂചനയാണ് നൽകുന്നത്. രാജസ്ഥാൻ റോയൽസ് എന്ന ടീം എന്നും യുവപ്രതിഭകളെ കണ്ടെത്തുന്നതിലും അവർക്ക് കൃത്യമായ വേദി ഒരുക്കുന്നതിലും മുൻപന്തിയിലുണ്ട്. ആ പാരമ്പര്യത്തിലെ ഏറ്റവും പുതിയ രത്നമായി വൈഭവ് സൂര്യവംശി മാറുമ്പോൾ കൗമാരക്കരുത്തിന്റെ ഈ പുതിയ മുഖത്തെ വിസ്മയത്തോടെ കായിക ലോകം നോക്കിക്കാണുന്നു. വരാനിരിക്കുന്ന മത്സരങ്ങളിലും വൈഭവ് ഈ മികവ് തുടരുകയാണെങ്കിൽ IPL 2026 ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഈ 15-കാരൻ തന്നെയാകും. പഞ്ചാബ് കിങ്സ് ഉയർത്തിയ 223 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് തുടക്കം മുതൽ തന്നെ ആക്രമിച്ച് കളിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ആ സമ്മർദ്ദമേറിയ ഘട്ടത്തിലാണ് 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി തന്റെ ബാറ്റിംഗ് മാജിക് പുറത്തെടുത്തത്. ഒരു കൗമാരതാരത്തിന്റെ പക്വതയല്ല, മറിച്ച് വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള ഒരു ഫിനിഷറുടെ വീര്യമാണ് വൈഭവ് മൈതാനത്ത് കാഴ്ചവെച്ചത്. ഫീൽഡിംഗ് നിയന്ത്രണങ്ങളുള്ള ആദ്യ ഓവറുകളെ വൈഭവ് സൂര്യവംശി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി. വെറും 16 പന്തിൽ നിന്ന് 43 റൺസ് അടിച്ചുകൂട്ടിയ താരം രാജസ്ഥാൻ റോയൽസിന് ആവശ്യമായ സ്ഫോടനാത്മകമായ തുടക്കം നൽകി. പഞ്ചാബ് ബൗളർമാർ എറിഞ്ഞ പന്തുകളെ ഭയമില്ലാതെ നേരിട്ട വൈഭവ് ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും പന്ത് പായിച്ചു. 268.75 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു വൈഭവിന്റെ ബാറ്റിംഗ്. 5 പടിക്കൂട്ടൻ സിക്സറുകൾ ഉൾപ്പെട്ട ആ ഇന്നിംഗ്സിൽ പഞ്ചാബ് കിങ്സിന്റെ ബൗളിംഗ് പ്ലാനുകളെ പൂർണ്ണമായും തകിടം മറിച്ചു. IPL ചരിത്രത്തിൽ ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ ഇത്തരമൊരു പ്രകടനം മുമ്പ് ആരും കണ്ടിട്ടില്ല. വൈഭവിന്റെ ബാറ്റിംഗിലെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ്. ബൗളർ ആരാണെന്നോ അവരുടെ വേഗത എത്രയാണെന്നോ നോക്കാതെ പന്തിന്റെ മെറിറ്റ് അനുസരിച്ച് പ്രഹരിക്കാൻ വൈഭവിന് സാധിക്കുന്നു. പന്ത് നോക്കുന്നു, അത് അടിച്ചു പറത്തുന്നു എന്ന ലളിതവും എന്നാൽ മാരകവുമായ ശൈലിയാണ് ഈ 15-കാരനെ അപകടകാരിയാക്കുന്നത്. ഈ പവർ പ്ലേ മാജിക്കിന് പിന്നിൽ വന്ന മറ്റു ബാറ്റിംഗ് നിരക്ക് കാര്യങ്ങൾ എളുപ്പമായി. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും ക്ഷമാശീലനായ ബാറ്റ്സ്മാൻ എന്നറിയപ്പെടുന്ന ചേതേശ്വർ പൂജാരയെ പോലെയുള്ള ഒരു താരം 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കണ്ട് അമ്പരന്നു എന്ന് പറയുന്നത് തന്നെ ആ കൗമാരക്കാരന്റെ പ്രതിഭയുടെ തെളിവാണ്. സാധാരണയായി ക്ലാസിക് ബാറ്റിംഗിനെ പിന്തുണയ്ക്കുന്ന പൂജാര വൈഭവിന്റെ ആക്രമണ ശൈലിയിലുള്ള ബാറ്റിംഗിനെ വാനോളം പുകഴ്ത്തി. വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് വെറുമൊരു കായിക പ്രകടനമല്ല, മറിച്ച് ആവേശകരമായ ഒരു സിനിമ കാഴ്ച പോലെയാണെന്ന് പൂജാര വിശേഷിപ്പിച്ചു. വൈഭവിന്റെ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്ന് പൂജാര നിരീക്ഷിച്ചു. മത്സരത്തിന് മുന്നേ തന്നെ വൈഭവ് ആക്രമിച്ചു കളിക്കുമെന്ന് പഞ്ചാബ് കിങ്സ് ബൗളർമാർക്ക് അറിയാമായിരുന്നു. എന്നാൽ ആ അറിവ് കൊണ്ട് പോലും അവനെ തടയാൻ കഴിഞ്ഞില്ല എന്നാണ് വൈഭവിന്റെ വിജയം. ഭയമില്ലാതെ പന്തിനെ നേരിടുന്ന രീതിയും ബൗളർമാരുടെ ലൈനും ലെങ്തും മുൻകൂട്ടി കണ്ട് പ്രഹരിക്കുന്നതും അവിശ്വസനീയമാണെന്ന് പൂജാര ചൂണ്ടിക്കാട്ടി. പവർ പ്ലേ ഓവറുകളിൽ വൈഭവ് ഉണ്ടാക്കിയ ആഘാതം മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. വൈഭവ് സൂര്യവംശിയെ പോലെയുള്ള താരങ്ങൾ IPL ലഭിക്കുന്ന അവസരം എങ്ങനെ വിനിയോഗിക്കണമെന്നതിന് ഉദാഹരണമാണെന്നും പൂജാര അഭിപ്രായപ്പെട്ടു. തന്റെ പ്രായത്തെക്കുറിച്ചോ എതിരാളികളുടെ മികവിനെക്കുറിച്ചോ വേവലാതിപ്പെടാതെ സ്വതന്ത്രമായി ബാറ്റ് വീശുന്ന വൈഭവ് വരും കാലങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ നിർണായക ശക്തിയായി മാറുമെന്നാണ് പൂജാരയുടെ വിലയിരുത്തൽ. സീസണിലുടനീളം രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെക്കുന്ന ആധിപത്യത്തിന് പിന്നിലെ പ്രധാന രഹസ്യം അവരുടെ സുസ്ഥിരമായ ബാറ്റിംഗ് നിരയാണ്. വൈഭവ് സൂര്യവംശിയെ പോലെയുള്ള കൗമാര താരങ്ങളെ ധൈര്യപൂർവ്വം ഓപ്പണിംഗിലേക്ക് ഇറക്കാനുള്ള മാനേജ്മെന്റിന്റെ തീരുമാനം ടീമിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ഈ സീസണിലെ ഏറ്റവും അപകടകാരിയായ ഓപ്പണിംഗ് ജോഡിയായി വൈഭവ് സൂര്യവംശിയും SSC ജയ്സ്വാളും മാറിയിരിക്കുകയാണ്. SSC ജയ്സ്വാൾ ഇതിനകം തന്നെ സീസണിൽ 300-ലധികം റൺസ് നേടി മികച്ച ഫോമിലാണ്. ഒരറ്റത്ത് ജയ്സ്വാൾ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കുമ്പോൾ മറ്റേ അറ്റത്ത് വൈഭവ് നടത്തുന്ന ആക്രമണം എതിർ ടീമുകളുടെ ബൗളിംഗ് പ്ലാനുകളെ തുടക്കത്തിൽ തന്നെ തകിടം മറിക്കുന്നു. യുവതാരങ്ങൾക്ക് ഭയമില്ലാതെ കളിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതിനൊപ്പം തന്നെ ടീമിന് ആവശ്യമുള്ളപ്പോൾ ഉത്തരവാദിത്വത്തോടെ ബാറ്റ് വീശാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ വൈഭവ് നൽകിയ മികച്ച തുടക്കം മുതലെടുത്ത് സ്കോർ വേഗത്തിൽ ചലിപ്പിക്കാൻ രാജസ്ഥാൻ ടീം അംഗങ്ങൾക്ക് കഴിഞ്ഞു. രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് കരുത്ത് കേവലം ആദ്യ 3 താരങ്ങളിൽ ഒതുങ്ങുന്നില്ല. താഴെയിറങ്ങുന്ന ഷിംറോൺ ഹെയ്റ്റ്മേയർ, റിയാൻ പരാഗ് തുടങ്ങിയ ഫിനിഷർമാർ ഏതൊരു സ്കോറും എത്തിപ്പിടിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. പഞ്ചാബ് ഉയർത്തി 223 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പോലും 6 വിക്കറ്റ് ശേഷിക്കെ മറികടക്കാൻ രാജസ്ഥാന് കഴിഞ്ഞത് ഈ ബൗളിംഗ് മികവിന്റെ തെളിവാണ്. യുവതാരങ്ങളെ കണ്ടെത്തുന്നതിലും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിലും രാജസ്ഥാൻ റോയൽസ് കാട്ടുന്ന പ്രത്യേക താല്പര്യം ഇത്തവണയും ഫലം കാണുന്നു. വൈഭവ് സൂര്യവംശിയുടെ അവിശ്വസനീയമായ ഉദയം മറ്റു ടീമുകളെ പോലും അമ്പരപ്പിക്കുകയാണ്. മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് ആധിപത്യം പുലർത്തുമ്പോഴും ബൗളിംഗിൽ പഞ്ചാബ് കിങ്സിനായി വിസ്മയിക്കുന്ന പോരാട്ടം കാഴ്ചവെച്ചത് ചഹലാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ രാജസ്ഥാൻ അനായാസം ജയിക്കുമെന്ന് കരുതിയിടത്തു നിന്നും മത്സരത്തെ ആവേശകരമായ അന്ത്യത്തിലേക്ക് നയിച്ചത് ചഹലിന്റെ മാന്ത്രിക സ്പെല്ലിലായിരുന്നു. പഞ്ചാബ് ബൗളർമാർ റൺസ് വഴങ്ങാൻ മടിച്ചു നിന്നപ്പോൾ ചഹൽ തന്റെ അനുഭവ സമ്പത്ത് മുഴുവൻ പുറത്തെടുത്തു. 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പഞ്ചാബ് കിങ്സിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു.
രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിരയെ വിറപ്പിക്കുന്ന പന്തുകളായിരുന്നു ചഹൽ എറിഞ്ഞത്. ചേതേശ്വർ പൂജാര ഉൾപ്പെടെയുള്ള നിരീക്ഷകർ ചഹലിന്റെ ബൌളിംഗ് ശൈലിയെ പ്രത്യേകം അഭിനന്ദിച്ചു. ബാറ്റിംഗിൽ വൈഭവ് സൂര്യവംശിയെ പുകഴ്ത്തിയ പൂജാര ചഹലിന്റെ പോരാട്ട വീര്യത്തെയും പ്രശംസിച്ചു. പഞ്ചാബിനായി ചഹൽ നടത്തിയ തിരിച്ചുവരവ് പ്രശംസനീയമാണ്. സമ്മർദ്ദഘട്ടത്തിൽ പതറാതെ പന്തെറിയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണെന്ന് പൂജാര വ്യക്തമാക്കി. ചഹൽ 3 വിക്കറ്റുകൾ വീഴ്ത്തിയ മത്സരം മുറുക്കിയെങ്കിലും ഓപ്പണിംഗ് വൈഭവ് സൂര്യവംശിയും SSC ജയ്സ്വാളും നൽകിയ മികച്ച തുടക്കം രാജസ്ഥാന് തുണയായി. എങ്കിലും ഒരു ബൗളർ എന്ന നിലയിൽ ചഹൽ നടത്തിയ ഈ പ്രകടനം വരാനിരിക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിന്റെ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ മുൻനിരയിലുള്ള ചഹൽ ഈ സീസണിലും തന്റെ മാന്ത്രികത തുടരുമെന്ന് മത്സരം തെളിയിച്ചു.